ദുരന്തം ഉണ്ടായിരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ കഴിച്ച ഏക ഭക്ഷണം ഈ അബൂബക്കർക്കയുടെ ഈ കട്ടൻ ചായയും റസ്ക്കാണ്. ടീ കഴിക്കാം, ബോച്ചട്ടി കഴിക്കാം, റസ്ക് കഴിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൂരൽമലയിലേക്ക് പോണ വഴിക്ക് എന്താ പറയാ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ചായ കഴിഞ്ഞ് പൈസ കൊടുക്കുന്ന സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു ബോച്ചട്ടി കഴിക്കാം, പൈസ വേണ്ട എന്ന് പറഞ്ഞു, പൈസ വാങ്ങാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് ചേട്ടന്റെ പേര്? എന്റെ പേര് അബൂ. അപ്പോൾ ചേട്ടൻ ഈ ചായ എനിക്ക് തന്നെയല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താ അതിന് കാരണം? ഒന്നുമല്ല, നമ്മളൊക്കെ ഇത്രയും വലിയ ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുള്ള ഒരുപാട് ആളുകൾ സംഭവം അവർക്ക് ശമ്പളം വാങ്ങുന്നവരായിരിക്കാം. പക്ഷേ ഇവിടെ വന്നാൽ അവർക്കൊരു വെള്ളം കിട്ടാനുള്ളത് നമ്മളതിൻ്റെ ഉള്ളിൽ പോടെ. എന്നാൽ കഴിയുന്ന ആളുകൾക്ക് സകല ആളുകൾക്കും ചായ ആയിട്ടും സർവത്തായിട്ടും എന്താണോ ഇവിടെ ഉള്ളത് അത് എടുത്തു കൊടുക്കും. അപ്പോൾ ഈ സ്ഥലം ശരിക്കും ഏതാണ്? ഇതിൻ്റെ പേര് ചൂരൽമല എന്നുള്ള സ്ഥലമാണ്. അതെ അല്ലേ? ഈ സംഭവ സ്ഥലത്തേക്ക് ഏകദേശം എത്ര ദൂരമുണ്ട്? ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ഇപ്പോൾ ദുരന്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തിന് തുടക്കം മുണ്ടക്കയിൽ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് ചൂരൽമല വഴിയാണ്. ഇത് നേരെ സൂചിപ്പാറ വഴി താഴോട്ടേക്ക് അങ്ങോട്ടേക്കാണ് ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടായത്. അപ്പോൾ ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പോൾ 13 ഇത് അന്ന് പൊട്ടിയ, അതായത് അന്ന് ദുരന്തം ഉണ്ടായിരുന്ന രാവിലെ 2:15 മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി. ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാനിവിടെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാനൊരു ചായ കുടിക്കാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതേപോലെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ചേട്ടൻ ചായ നിറച്ച് കൊണ്ടുവയ്ക്കും. അതിന് എൻ്റെ ഭാര്യ മക്കൾ താൻ ഉണ്ടാക്കി തരും. അവിടെ വീട് തൊട്ടടുത്താണ്. നമ്മൾ വീടിൻ്റെ മേലാണ് നിൽക്കുന്നത്. വീടിൻ്റെ അടിയിൽ നിന്ന് ഭാര്യ മക്കൾ ഉണ്ടാക്കി തരും. ചില ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആദ്യമൊക്കെ പറഞ്ഞാൽ 2000 ചായൻ്റെ അടുത്തൊക്കെ 2000 ആളുകളും ഒരു ദിവസം വന്നിരുന്നു. പിന്നീട് ഇങ്ങനെ കുറഞ്ഞ്, എന്നാൽ ഇപ്പോഴും മാക്സിമം ഇപ്പോൾ ഏറ്റവും കുറവുള്ള സമയമാണെങ്കിലും ഒരു 800-900 ചായ ഞാൻ ഇവിടെ ഞാൻ കുറച്ച് പൈസ കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം അങ്ങനെ പൈസയോടുള്ള ഒരു അത്യാഗ്രഹമല്ല, ഇങ്ങനെയും കുറേ മനുഷ്യർ, കാരണം വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ മെഡിക്കൽ ടീമുണ്ട്, എല്ലാവരും എന്താ പറയുക ഒപ്പത്തിനൊപ്പമുണ്ട്, വയനാടിനൊപ്പം. അങ്ങനെ ഈ ഒരു ചേട്ടനെയും കൂടി കാണാൻ പറ്റി. ഇതവിടെ കടികളൊക്കെ ഉണ്ടല്ലോ ചേട്ടാ? കടികളും കൊടുക്കും, എല്ലാം കൊടുക്കും. എത്ര മണി മുതൽ എത്ര മണി വരെ? രാവിലെ 5:30 മണിക്ക് തുടങ്ങും. 4 മണിക്ക് ഞാൻ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടാവും. ഞങ്ങൾ സഹകരിച്ചിട്ട് എൻ്റെ പേര് അബൂബക്കർ. 5:30 മണിയാകുമ്പോഴേക്കും ഇവിടെ വരുന്ന ഓഫീസേഴ്സ് വരാണ്ട്, അവർ NDRFിൻ്റെ ആളുകൾ, പട്ടാളക്കാർ ഇവരൊക്കെ വരുന്നുണ്ടാവും. അവർക്ക് രാവിലെ അവർ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ചായ പിടിച്ചിട്ടാണ് പോവുക. കാരണം ഈ ഭാഗത്ത് വേറെ ചായ നമ്മൾ കൊടുത്തിട്ടാണ്, കടകളൊന്നും ഇല്ലാത്ത കാരണം വേറെ മാർഗ്ഗമില്ലല്ലോ. ആദ്യം മറ്റുള്ള സംഘടനകൾ കൊടുത്തിരുന്നു, അപ്പോൾ അവരൊക്കെ നിർത്തിപ്പോയി. പക്ഷെ അതുകൊണ്ട് നമ്മൾ നേരത്തെ 5:30 മണിയാകുമ്പോഴേക്കും. ഇതിങ്ങനെ എത്ര നാൾ കൊടുക്കും ചേട്ടൻ? അല്ല, ഇവിടുന്ന് എന്നാണ് ഇവിടുന്ന് സകല ഉദ്യോഗസ്ഥന്മാർ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് അതുവരെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് ഇവിടെ വന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ദുരന്തം ഉണ്ടായിട്ട് പല ഭാഗത്തും നമ്മൾ പരിചയപ്പെട്ട ആളുകൾ കംപ്ലീറ്റ് ഒരുപാട് ദൂരമുള്ളതാണ്. കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം, മറ്റുള്ള ഒരുപാട് ദൂര സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സന്നദ്ധ സേവ ഈ പരിപാടി മറ്റേ ഇതിന് വരുന്ന ആളുകൾക്കാണോ, സഹായിക്കാൻ വരുന്ന ആളുകൾ ആരാണോ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെ വെള്ളം കുടിക്കുക ആർക്കും കുടിച്ചു പോകാം. ഇന്ന ആളെന്നുള്ള കണക്കൊന്നുമില്ല. ഈ ഭാഗത്ത് എൻ്റെ മുന്നിലുള്ള വരുന്ന ആളുകൾ പണി എന്താ? ഞാനിത് അവിടെ പഞ്ചരകട കാര്യങ്ങളൊക്കെയാണ്. ആ പരിപാടി ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും സർക്കാർ വാഹനങ്ങൾ ഏതെങ്കിലും വന്ന് എമർജൻസി ആയിട്ട് കൊടുക്കുന്ന വാഹനങ്ങൾ മാത്രം ശരിയാക്കി വിട്ടു കൊടുക്കും. ഈ പഞ്ചറായാലും കാറ്റടിക്കേണ്ടതായാലും അതെന്തായാലും പണിയെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. ഓഫായാലും ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് കൊടുക്കുന്ന വാഹനങ്ങളെ ഫ്രീ ആയിട്ട് ചെയ്ത് വിട്ടു കൊടുക്കും. അത് കൂടാതെ ഇവിടെ വരുന്ന ആരെയും വിളിച്ചിട്ട് ഒരു നേരത്തെ വെള്ളം കൊടുക്കും. അവർക്ക് എത്രയും ഇവിടുന്ന് കുടിച്ചു പോകും. എന്താണോ ഇവിടെ എൻ്റെ അടുത്തുള്ളത് അത് കഴിച്ചിട്ട് അവർക്ക് പോകാം. അവർ കുടിച്ചു പോകുന്നതാണ് എൻ്റെ സന്തോഷം. ദുരന്തം ഉണ്ടായിരുന്ന ചൊവ്വാഴ്ച ഞാൻ ശശീന്ദ്രൻ മിനിസ്റ്റർ, കേളു മിനിസ്റ്റർ, റിയാസ് മിനിസ്റ്റർ, ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ കഴിച്ച ഏക ഭക്ഷണം ഈ അബൂബക്കർക്കയുടെ ഈ കട്ടൻ ചായയും റസ്ക്കാണ്. അന്നില്ലായിരുന്നെങ്കിൽ വേറെ ഒരു ഭക്ഷണവും കഴിക്കില്ല. വേറെ ഒന്നും കിട്ടാനില്ല എന്ന് മാത്രമല്ല, രാവിലെ നമ്മൾ അവിടെ നിന്ന് പോന്നാൽ പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചില്ല. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാസ്കിൽ തയ്യാറാക്കി കൊണ്ടുവരുന്ന ചായ, അദ്ദേഹം തന്നെ പൈസ കൊടുത്ത് മേടിക്കുന്ന റസ്ക്. പിന്നെ ഇത് ആ ചൊവ്വാഴ്ച മുതൽ ഇപ്പോൾ 16 ദിവസമായിട്ട് ഒരു ദിവസം പോലും ഇടതടവില്ലാതെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും. നേരത്തെ ഒരു ചെറിയ ഫ്ലാസ്കായിരുന്നു, ഇപ്പോൾ നിറച്ച് തുടങ്ങി. ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് അദ്ദേഹവും ഭാര്യയും വീട്ടുകാരും അവരുണ്ടാക്കും, അവരിവിടെ കൊണ്ടുവരും. ഒരാളോടും കാശും ചോദിക്കില്ല, ഒരാൾ കാശ് കൊടുത്താൽ മേടിക്കില്ല. ഇവർ 24 മണിക്കൂറും. മനുഷ്യരെങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ നാടിന് എന്തോരം ഒരു പ്രതീക്ഷ. ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസം ഇതാണ്. ഞങ്ങൾ ആരും അറിഞ്ഞ് ചെയ്തതല്ല, അറിഞ്ഞ് ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും അബൂബക്കർക്കയുടെ ആളുകളാണ്. എല്ലാ മാധ്യമങ്ങളും ചായ കുടിക്കുന്നത് ഇവിടെ ആണ്. പ്രത്യേകിച്ച് ഒരു പ്രതിഫലേച്ഛയില്ലാതെ ആരും നിർബന്ധിക്കാതെ കടയിലൊരു കച്ചവടം നടന്നിട്ട് അതെല്ലാം പുറത്തിരിക്കുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുക.
വലിയ സന്തോഷമാണ്. സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു അഭിനന്ദനമാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ചേർത്ത് നിർത്തേണ്ടത്.